നമസ്തേ. സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ കവടിയൊക്കെ നിരത്തി ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ ഗണിക്കലാണല്ലോ നമ്മുടെ പണി. അപ്പോൾ ഇത്തവണ ഈ അധ്യായത്തിൽ നമ്മുടെ അൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ അല്ലെങ്കിൽ അൽ കേരളത്തിൻ്റെ തന്നെ ആരോഗ്യത്തിനെ കുറിച്ച് ഗണിക്കുന്നതാണ് അത്യാവശ്യം വേണ്ട കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം തോന്നുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരോഗ്യരംഗത്തിനെക്കുറിച്ച് ഗണിക്കുന്നതിന് മുമ്പ് കുറച്ചൊരു ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ പങ്കുവയ്ക്കാനുള്ള വേറൊന്നുമല്ല. ഇപ്പം നിങ്ങൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡെങ്കിയാണോ അല്ലെങ്കിൽ നിപ്പയാണോ അല്ലെങ്കിൽ സാധാരണ തുള്ളപ്പനിയാണോ എന്നൊക്കെയുള്ള സംശയം തോന്നുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഉള്ള ഒരാളാണോ നിങ്ങൾ? എനിക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് വലിയ ഗണനമൊന്നും വേണ്ട. എന്നാലും ഈ കവടി നിരത്തി ഉള്ളൊരു ചെയ്യേണ്ട ഒരു പരിഹാരം പറയുകയാണ്. മര്യാദയ്ക്ക് പോയൊരു നല്ല ഡോക്ടറെ കാണുക. അല്ലാതെ ഈ അക്യുപങ്ചർ എന്നൊന്നും പറഞ്ഞ് നടന്നു കളയരുത്. ഈ അക്യുപങ്ചർ എന്നും പറഞ്ഞൊക്കെ നടക്കാനുള്ള ഒരുപാട് പ്രലോഭനങ്ങളും ഒരുപാട് ക്യാൻവാസിങ്ങും ഒക്കെ ഇപ്പോൾ ഉണ്ടാവും, ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ക്യാൻവാസിങ്ങിൽ എങ്ങനെ നിങ്ങൾ പെട്ടുപോയി ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമോ അതിന് മേലെ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ അക്യുപങ്ചറിന് വഴിപ്പെട്ട് കളയാം. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് പൊത്തിയിട്ടുള്ള പ്രകൃതി ചികിത്സയുണ്ട്, ആഹാരമൊക്കെ കഴിച്ചിട്ടുള്ള, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ അക്യുപങ്ചർ പോലുള്ള ഉടായ്പ ചികിത്സകളിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ പഞ്ചറൊട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്ന വണ്ടിയുടെ എഞ്ചിൻ അഴിച്ചിട്ട പരുവത്തിലായി പോകും. നിങ്ങൾ പറഞ്ഞില്ല എന്ന് വേണ്ട, നിങ്ങളല്ല, ഞാനാണ് അതിൽ പെടുന്നതെങ്കിലും അങ്ങനെ ഇതായിപ്പോകും. കാരണം വെച്ചാൽ രോഗം മൂർച്ഛിച്ച് ചിലപ്പോൾ അടിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അടിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളെ ഈ പ്രലോഭനത്തിൽ പെടുത്തിയ ആൾക്കാർ, ഈ അക്യുപങ്ചറിനൊക്കെ വേണ്ടിയിട്ട് ക്യാൻവാസ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് വാദിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വലിയ തട്ടുകടന്നും വരികയും ഇല്ല എന്നുള്ളതാണ് കവടി നിരത്തിയപ്പോൾ കണ്ടത്. അതിന് കാരണമുണ്ട്. നിങ്ങൾക്കത് പറയുമ്പോൾ ചിലപ്പം വിശ്വാസം വരില്ല. അതിന് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാടുണ്ട്. അതിലേക്ക് വരുമ്പോൾ ഈ ആരോഗ്യരംഗത്തിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പനി വന്നപ്പോൾ ഡെങ്കിയോ നിപ്പയോ തുള്ളപ്പനിയാണോ എന്നുള്ളൊരു സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊരു സാധാരണ പനിയാണ്. നിങ്ങളൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുറച്ച് തുളസിയിലേക്ക് ഇട്ട് കുടിച്ചിട്ട് രാത്രി കുറച്ചും കൂടി കിടന്നുറങ്ങി. പകലായപ്പോഴത്തേക്ക് പനി വിട്ടു. നിങ്ങൾ അതിൻ്റെ സന്തോഷത്തിൽ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് കയറിയിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ രണ്ടിലുമോ ഈ വിവരം പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിച്ചത്, എന്നിട്ട് പൊതിച്ചു മൂടി കിടന്നപ്പോഴത്തേക്ക് എൻ്റെ പനി വിട്ടു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നിങ്ങളുടെ പനി വിട്ടതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾ എഴുതിയിടുക. അല്ലെങ്കിൽ ചുക്ക് കാപ്പിയുടെ പ്രൊമോഷനാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു ചുക്ക് കാപ്പി എല്ലാവരും കുടിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ചുക്ക് കാപ്പിയുടെ ബ്രാൻഡ് നിങ്ങൾ വലിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് കാശ് തന്നിട്ട് തന്നെ ഇട്ടു എന്നങ്ങ് ഇരിക്കട്ടെ. ഈ സ്വയം പ്രഖ്യാപിതമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആരോഗ്യ ഉപദേശങ്ങൾ നൽകി നടക്കുന്ന പല ഡോക്ടർമാർ മുതൽ ആരോഗ്യമന്ത്രി വരെ നമ്മുടെ ശിവണ്ണൻ അസംബ്ലിയിൽ കാണിച്ച അതേ താണ്ഡവം നിങ്ങളുടെ നേരെ നടത്താനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ പൊക്കിയെടുത്ത് അകത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം, തലയിൽ വരച്ച വര അത്രയും നല്ലതാണെന്നാണ്. പൊക്കിയെടുത്ത് അകത്തിടാനാണ് സാധ്യത. ഇതിലും സംശയമുണ്ടോ? നിങ്ങളെയും എന്നെയും പോലുള്ള സാധാരണക്കാരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. നയൻതാരയെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. കുറച്ചു കാലം മുമ്പ് പുള്ളിക്കാരി ഈ ചെമ്പരത്തി ചായ ഉണ്ടല്ലോ, ഹിബിസ്കസ് ടീ, അതിൻ്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ച് അതിൻ്റെ ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ആയിരുന്നെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിന് ആരോഗ്യങ്ങളുണ്ട്, ഹൃദ്രോഗത്തിന് വരെ അതൊരു പ്രതിവിധി അല്ലെങ്കിൽ അതിനൊരു പ്രതിരോധ ശക്തി ശരീരത്തിന് നൽകും, പ്രതിരോധത്തിന് എതിരെ എന്നുള്ള വരെ ഒരു പ്രതിരോധ ശക്തി നൽകുമെന്നുള്ള അങ്ങനെ എന്തോ ആണ് എൻ്റെ ഓർമ്മ. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കുറച്ച് ആരോഗ്യപരമായ ഗുണങ്ങൾ ഈ ചെമ്പരത്തി ചായക്കുണ്ട്, ഹിബിസ്കസ് ടീക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നയൻതാര ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് നേരെ ചില്ലറ ഉറഞ്ഞുതുള്ളലുകളൊന്നും അല്ല നടത്തപ്പെട്ടത്. ആദ്യം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും നയൻതാര എടുക്കുക പോടാവില്ലേ എന്നുള്ള രീതിയിൽ ആ പോസ്റ്റ് തിരിച്ചിടുകയും ഈ ഉറഞ്ഞുതുള്ളിയവന്മാർക്ക് ഗ്രാസ് കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഇത് പറഞ്ഞ പോലെ ഗ്രാസ് എന്നുള്ളൊരു വില കൊടുക്കുകയും ചെയ്തു. അത് നയൻതാരയ്ക്ക് അത് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ജെറ്റും ഒരു സിനിമയ്ക്ക് 12 കോടിയൊക്കെ വാങ്ങുന്ന അവരെ ഈ പറഞ്ഞ പോലെ അവർക്ക് നേരെ ഉറഞ്ഞു തുള്ളാം, ശിവണ്ണൻ്റെ ഡാൻസ് കളിക്കാം. പക്ഷേ
അവരെ പിടിച്ച് അകത്തിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല. പക്ഷെ നിങ്ങളും ഞാനും അങ്ങനല്ല, നയൻതാരയല്ല, വെറും നയാ പൈസയുടെ വിലയില്ലാത്തവരാണ്. നമ്മളെ പൊക്കിയെടുത്ത് അകത്തിടാം. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ ഈ അക്യൂപങ്ചർ പോലുള്ള ഉടായ്പ ചികിത്സകളുടെ ചില പ്രത്യേക ചികിത്സാ രീതികൾക്കും ചില പ്രത്യേക വസ്തുക്കൾക്കും ആഹാര സാധനങ്ങൾക്കും ഒക്കെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്രത്യേക ദിവ്യമായൊരു പരിരക്ഷ നമ്മുടെ കേരളത്തിലുണ്ട്. അതിനും സംശയമുണ്ടോ? പറഞ്ഞുതരാം. ഈ അക്യൂപങ്ചറിലേക്ക് തന്നെ വരാം. അക്യൂപങ്ചറിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്തൊരു വാർത്തയാണ്. മലപ്പുറത്തൊരു പിഞ്ചു കുഞ്ഞ് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് കൃത്യമായ ചികിത്സ മാതാപിതാക്കൾ നിഷേധിച്ചതുകൊണ്ട് അവർ ഈ അക്യൂപങ്ചറിൽ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അക്യൂപങ്ചർ ചികിത്സ മാത്രം നൽകി കൃത്യമായ സമയത്ത് ചികിത്സ ലഭിക്കാതെ തലച്ചോറിലേക്ക് രക്തസ്രാവം ഉണ്ടായ ഒരു പിഞ്ചു കുഞ്ഞ് 1.5 വയസ്സം കണ്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ ക്ഷമിക്കണം, 1 വയസ്സോ 1.5 വയസ്സോ ഉള്ളായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ കുഞ്ഞ് മരിച്ചു. അങ്ങനെയുള്ള പല വാർത്തകളും നമ്മൾ വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ അക്യൂപങ്ചറുമായിട്ട് ബന്ധപ്പെട്ട്. അതിനു മുമ്പ്, കുറച്ചു കാലം മുമ്പ്, തിരുവനന്തപുരത്ത് ഒരു ഗർഭിണി ഈ അക്യൂപങ്ചർ ചികിത്സാ രീതിയിൽ കൂടെ പ്രസവിക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ പ്രസവം നടത്താൻ ഭർത്താവ് ശ്രമിച്ചിട്ട് ഗർഭിണി മരിച്ചു. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതാണ്. പക്ഷേ അതിനെതിരെ കേസുകളും എടുത്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ നേരത്തെ പറഞ്ഞ മരിച്ചുപോയ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു. നേരത്തെ പറഞ്ഞ ഗർഭിണിയുടെ ഭർത്താവിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഈ ഒരു വാർത്തകൾക്കും അക്യൂപങ്ചറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മരണങ്ങൾക്കും ആ ചികിത്സാ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾക്കും ഒന്നും നമ്മുടെ മോഹനൻ വൈദ്യരുണ്ടായിരുന്നല്ലോ, മരിച്ചുപോയ പുള്ളിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് ആരോഗ്യമന്ത്രി വരെ ഇറങ്ങി പുള്ളി ഒരു സാമൂഹ്യ വിരുദ്ധനാണെന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം അഴിച്ചുവിടപ്പെട്ടു. ആ ഒരു തലത്തിലുള്ളൊരു വിമർശനങ്ങളോ ആക്രമണങ്ങളോ ഇതിന് നേരെ ഉണ്ടാവാറില്ല എന്നുള്ളത് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഈ വ്യക്തികളുടെ കാര്യം വിടൂ. നേരത്തെ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളാവട്ടെ, അല്ലെങ്കിൽ നേരത്തെ മരിച്ച ഗർഭിണിയുടെ ഭർത്താവാകട്ടെ, വ്യക്തികളുടെ കാര്യം വിടൂ. സംഘടനകൾ, മതസംഘടനകൾ വീട്ടിൽ ഈ അക്യൂപങ്ചർ പോലുള്ള ചികിത്സാ രീതികൾ അവലംബിച്ച് പ്രസവം നടത്തുന്ന സ്ത്രീകൾക്ക് എന്തോ ഒരു അവാർഡ്, എന്തോ ഔറത്ത് വമ്പത്തിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു അവാർഡ് നൽകി ഇതിനെ ഇത്തരം പ്രക്രിയകളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ആധുനിക കാലത്ത് ശ്രമം നടത്തിയിട്ട് അതിന് നേരെ ഒരു വിമർശനമോ ആ സംഘടനയ്ക്ക് മേൽ എന്തെങ്കിലും ഒരു കേസോ ആരോഗ്യമന്ത്രിയോ മന്ത്രിസഭാ തലത്തിലുള്ള ആരും വിമർശിച്ചിട്ടില്ല എന്നുള്ളത് അച്ചട്ട്. വിമർശനങ്ങളുണ്ടായി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും വിമർശനങ്ങളുണ്ടായി. പക്ഷേ മോഹനൻ വൈദ്യർക്കോ നയൻതാരയ്ക്കോ നേരെ ഉണ്ടായിട്ടുള്ള അത്രയും തീക്ഷ്ണമായ അല്ലെങ്കിൽ ഒരു ഭീകരമായ വിമർശനം ഇവർക്കാർക്കും നേരെ ഉണ്ടായിട്ടില്ല, ഈ സംഘടനകൾക്കും നേരെ. അതാണ് ഞാൻ പറഞ്ഞ അക്യൂപങ്ചറിനും ഒക്കെ ഒരു ദിവ്യമായ പരിരക്ഷയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു അതും കൂടി പറഞ്ഞാൽ അക്യൂപങ്ചറിന് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും ഉണ്ട്. നമ്മുടെ ഷവർമയ്ക്കുണ്ട്, കുഴിമന്തിക്കുണ്ട്, അൽഫാമിനുണ്ട്. അതിലേക്ക് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നൊരു കാര്യം, ഈ നമുക്കൊക്കെ ഈ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത മെമൻറ്റോ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. പിൽക്കാലത്ത് ഗജനിയായിട്ട് തമിഴിലും അതിനുശേഷം ഹിന്ദിയിലും ആവിഷ്കരിക്കപ്പെട്ട സിനിമകളുടെ ഒറിജിനൽ രൂപം. അതിൽ നായകനുള്ളതുപോലെ ഷോർട്ട് ടൈം മെമ്മറി ലോസ് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പോൾ ഷവർമ കഴിച്ചിട്ടുള്ള മരണങ്ങൾ എത്ര എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട് വാർത്തകളിലൊക്കെ. ഷവർമ ഭക്ഷ്യവിഷബാധ ഏറ്റ്. അതുപോലെ തന്നെ ഹോട്ടലുകൾ എത്ര എണ്ണം വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും രോഗം പരത്താൻ ശേഷിയുള്ള അത്രയും വൃത്തിഹീനമായിട്ട് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ എത്ര തവണ പൂട്ടിയിട്ടുണ്ട്. ഒരേ ഹോട്ടലുകൾ തന്നെ എത്ര തവണ പൂട്ടുകയും പിന്നെയും തുറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കേൾക്കും നമ്മൾ, ആ ഹോട്ടൽ ഇങ്ങനെയായിരുന്നോ, ഇപ്പോൾ എന്താ പറയുക, അൽ ഉഡായിപ്പ് എന്ന് പറയുന്നൊരു ഹോട്ടൽ അത് പൂട്ടി. അത് വൃത്തിഹീനമായിരുന്നു, നമ്മളവിടെ സ്ഥിരം പോയി ബിരിയാണി കഴിക്കാൻ പോകണമാണല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ഷവർമ കഴിക്കാൻ പോകണമാണല്ലോ, അയ്യോ അത് വൃത്തിഹീനമായിരുന്നു. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും തുറക്കും. നമ്മൾ വീണ്ടും ഈ ഷോർട്ട് ടൈം മെമ്മറി ലോസ് കാരണം നമ്മൾ വീണ്ടും പോയി അവിടെ ക്യൂ നിൽക്കും ഇതായിട്ട് അവിടുത്തെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർ നമുക്ക് തരുന്ന ഷവർമയിലൊന്നും
ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള ന്യായം സ്വയം പറയുക, അല്ലെങ്കിൽ ഈ കേട്ട വാർത്ത ഒരു എന്താ മറന്നു പോവുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അതിന് പോയി ക്യൂ നിൽക്കും. അപ്പോൾ അതാണ് പറഞ്ഞൊരു ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ടാവും. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ പരിരക്ഷയ്ക്ക് ശക്തി കൂടും. പക്ഷേ ഈ പരിരക്ഷ പലപ്പോഴെന്നല്ല ചില സന്ദർഭങ്ങളിൽ മൊത്തമായിട്ട് ഈ അക്യുപങ്ചർവാദികളെയും ഈ ഷവർമവാദികളെ ഒന്നും രക്ഷിക്കാത്തൊരവസ്ഥ വരും. അതിനും വേറെ പരിഹാരങ്ങൾ അവർ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഗണനവും ഗൗഡി നിരത്തും നമ്മുടെ പണിയായതുകൊണ്ട് നമ്മൾ അവർക്കൊരു പരിഹാരം കൂടി നിർദ്ദേശിക്കുന്ന രീതിയായിട്ട് കണ്ടാൽ മതി. നിങ്ങളും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ പരിഹാരങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും ഒക്കെ ആയിട്ട്. അവർക്ക് മാത്രമല്ലല്ലോ, നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന നമുക്കും എന്തെങ്കിലുമൊക്കെ ഈ അറിവുകൾ വേണ്ടേ? അതിന് വേണ്ടിയിട്ടൊരു കാര്യം പറയാം. ഇപ്പം ഈ സമീപത്ത് മലപ്പുറത്ത് മരിച്ച ആ കുഞ്ഞിൻ്റെ കാര്യത്തിലുണ്ടായതുപോലെ അത് ഒരു പരിധിക്ക് മുകളിലേക്ക് കൈവിട്ടു പോയി. ആ വാർത്ത, ആ കുഞ്ഞിന് ചികിത്സ ലഭിക്കാത്തത് കൊണ്ടാണ് കുഞ്ഞ് മരണപ്പെട്ടത്, മഞ്ഞപ്പിത്തം ബാധിച്ച ആ കുഞ്ഞ് മരണപ്പെട്ടതെന്നുള്ള വാർത്ത പുറത്തു വന്നു. പിന്നെ ഈ കുഞ്ഞിൻ്റെ അമ്മ അക്യുപങ്ചർ ചികിത്സയും പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനാണ് പോകുന്നത്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയാണ് വളർത്താൻ പോകുന്നത്, വാക്സിൻ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് അഭിമാനപൂർവ്വം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇട്ട പോസ്റ്റുകളും ഒക്കെ വൈറലായപ്പോഴത്തേക്ക് ഈ പറയുന്ന പരിരക്ഷ മാത്രം കൊണ്ട് ഈ സംഭവം മറവിയിലേക്ക് പോവില്ല. ഷോർട്ട് ടൈം മെമ്മറി ലോസ് എന്ന് പറയുന്ന അസുഖം സാധാരണക്കാരിൽ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ വാർത്തകളിൽ നിന്ന് വാർത്തകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ചാടി വരുന്ന ഒരു ധീരനായ ഡോക്ടർ, മലപ്പുറവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തിരുവനന്തപുരത്ത്. സർക്കാർ ആശുപത്രികൾ കംപ്ലീറ്റ് പ്രശ്നമാണ്. അവിടെ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, 9 മാസം മുമ്പ് ഞാൻ പരാതി കൊടുത്താണ്, അങ്ങനെ പല ഇതും വരാം. ഇങ്ങനെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സാഹചര്യം ആണ് ഞാൻ പറയുന്നതെന്ന് വേണമെങ്കിൽ വിചാരിച്ചോളുക നിങ്ങൾ. അല്ല, സാങ്കല്പികമല്ല, സത്യമാണെങ്കിലും ഇതൊരു കോൺസ്പിറസി തിയറി ആയിട്ട് കണ്ടാൽ മതി, അല്ലാതെ ഒരു ആരോപണമായിട്ട് കാണണ്ട. ഒരു ഇല്യൂമിനാറ്റി ലൈൻ കോൺസ്പിറസി തിയറി ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ എന്തായി? ധീരനായ ഡോക്ടർ. അപ്പോൾ ധീരനായ ഡോക്ടർക്കെതിരെ നമ്മുടെ കാരണഭൂതൻ പറയുന്നു, ഇത് ഈ സമയത്ത് പറഞ്ഞത് നമ്പർ 1 അൽ കേരളത്തെ അപമാനിക്കാനാണ്. നമ്മുടെ അപ്പം ഗോവിന്ദ സാർ ചാടി വീണു ഇത് പറയുന്നു, എന്താ പറയുക, അതിന് പിന്തുണ കൊടുക്കുന്നു. ആകെ ബഹളം, പുകില്. ഇനി അതിൻ്റെ ഒരു പുരോഗമനം ഉണ്ടാകേണ്ടിയിരുന്നൊരു സ്വാഭാവിക രീതി എന്ന് പറയുന്നത് ഈ കവടി നിരത്തിയത് അനുസരിച്ച് ഉണ്ടാവേണ്ടിയിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിന് കാരണം വേറെ ഉണ്ട്, അതിലേക്കും കൂടി വരാം. അതിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷേ ആ ഒരു പുരോഗമനം സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട ഒരു രീതി ഈ ധീരവീര ചെങ്കേരിയായിട്ടുള്ള ഡോക്ടർ ഈ ആരോപണം ഉന്നയിക്കുന്നു. സർക്കാർ ആശുപത്രി കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്, അവിടെ സൗകര്യങ്ങളില്ല, ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു, രോഗികൾ ഇപ്പതാ മരിക്കും എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. എനിക്ക് ആരെയും പേടിയില്ല, എന്നെ പിരിച്ചുവിട്ടാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ കരിയർ സൂയിസൈഡ് പോയിന്റിൽ നിൽക്കുകയാണ്, ഞാൻ എടുത്ത് ചാടും എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് സ്വാഭാവികമായിട്ടും അതിന് സംഭവിക്കേണ്ടിയിരുന്ന എതിർ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം ഒരു 4 പനിക്കട്ടിൽ മേടിച്ച് ആ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടിടുന്നു സർക്കാർ. അതിൻ്റെ പിറ്റേ ദിവസം അതേ ഡോക്ടർ തന്നെ വന്ന് പറയുന്നു, സർക്കാർ വീണ്ടും കുറച്ച് പാളിച്ചകളും പാകപ്പിഴകളും ഉണ്ടായിരുന്നു, അത് ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച കുറച്ച് പാകപ്പിഴകളാണ്. പക്ഷെ ഞാനിതൊന്ന് പറഞ്ഞ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പോലും കാരണഭൂതം നേരിട്ട് വന്ന് പനിക്കട്ടിൽ ചുമന്നുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് 4 ഇട്ടു. പിന്നെ ഇപ്പം സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് പഞ്ചായത്ത് ഗ്രൗണ്ടിന് ചുറ്റും 2 റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 2 റൗണ്ട് ഓടി കഴിഞ്ഞിട്ട് വന്ന് 16 പുഷപ്പ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഓടും 2 റൗണ്ട്. ആ രീതിയിലാണ് പോകുന്നത്. ആൽ കേരളം വീണ്ടും നമ്പർ 1. ഇങ്ങനെയായിരുന്നു അത് സ്വാഭാവികമായിട്ട് പുരോഗമിക്കേണ്ടത്. ഈ ഒരു വഴിതിരിക്കൽ, അക്യുപങ്ചർ മൂലമുണ്ടായ അക്യുപങ്ചർ എന്നുള്ള ഉടായ്പിൻ്റെ പ്രചാരണവും അല്ലെങ്കിൽ അതിൽ പിന്തുടർന്നത് മൂലമുണ്ടായ കുരുന്നിൻ്റെ മരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഷോർട്ട് ടൈം മെമ്മറി ലോസിലേക്ക് എന്നെയും നിങ്ങളെയൊക്കെ തള്ളിവിടാനും ഒക്കെ ഉണ്ടാക്കിയൊരു എന്താ പറയുക, നാടകത്തിൻ്റെ പര്യവസാനം അങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നു. പക്ഷേ അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കവടി നിരത്തലും ഇതുമൊക്കെ പ്രസക്തമാവുന്ന അവിടെയാണ് ഈ ചിലപ്പോൾ ഗ്രഹങ്ങളെല്ലാം കൂടി കയറി അങ്ങ് ചതിക്കുന്നത്. ആ ഒരു ചതിയാണ് മലപ്പുറമായിട്ടോ തിരുവനന്തപുരമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത കോട്ടയത്ത്, ബന്ധമില്ല എന്നല്ല, ഇതുമായിട്ട് ഈ നേർരേഖയിലല്ലാത്ത കോട്ടയത്ത് ഒരു സർക്കാർ ആശുപത്രിയിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു പാവം യുവതി അല്ലെങ്കിൽ ഒരു മധ്യവയസ്ക മരണപ്പെട്ടു, കൊല്ലപ്പെട്ടതെന്ന് തന്നെ പറയണം. അതൊരു കൊലപാതകമായിട്ട് ആണ് ഞാൻ കാണുന്നത്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന ഒരു വകുപ്പൊക്കെ ഉണ്ടല്ലോ, അതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ആരോഗ്യരംഗം മൊത്തത്തിൽ പ്രശ്നമാണ് എന്നുള്ളൊരു ധാരണയല്ല, സത്യം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. ആകെ പ്രശ്നമായി. അതിൻ്റെ കൂടെ കൂനിന്മേൽ ഗുരു എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹങ്ങൾ ചതിക്കുമ്പോൾ എന്താ പറയുക, ഈ തൊട്ട കറണ്ടടിക്കുമെന്ന് പറഞ്ഞ പോലെ എവിടെ തൊട്ടാലും കറണ്ടടിക്കുമെന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിപ്പോവും. കാരണം നേരെ വന്ന് നിന്നിട്ട് മന്ത്രിമാരും MLA മാരും എല്ലാം കൂടി പ്രസംഗിച്ചത് എന്താണ്, ആ കെട്ടിടം ഇടിഞ്ഞു വേണ്ടിയിട്ട് അതിൻ്റെ അകത്തങ്ങ് ഒരൊറ്റ മനുഷ്യനില്ല, സത്യമായിട്ടും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ യുവതി അതിൻ്റെ അകത്ത്, ഈ ഒരു വീട്ടമ്മ അതിൻ്റെ അകത്ത് പെട്ടു എന്ന് അറിയുന്നതും. നേരത്തെ അവരെ ഒരു എന്താ പറയുക, ഈ മന്ത്രിയും MLA-യും അവിടുത്തെ MLA-യും മന്ത്രിമാരും ഒക്കെ കൂടി ഇതിൻ്റെ അകത്ത് ആരും ഇല്ല എന്ന് പറഞ്ഞത് കാരണം രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുകയും അതുകൊണ്ട് തന്നെ അത് വൈകിയത് കൊണ്ട് അവരെ കണ്ടെത്താൻ വൈകുകയും അത് കാരണവും ആവാം അവരുടെ മരണം എന്നുള്ള രീതിയിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കുന്നത്. പക്ഷേ ഈ പറയുന്നല്ലോ, ഗ്രഹങ്ങൾ ചതിച്ചാൽ അങ്ങനെയാണ്. സത്യം എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും മറയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ കേരളത്തിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള ചിന്തകൾ അങ്ങ് വിടുക. കേരള UP-യെക്കാളും മേലിലാണ് ആരോഗ്യരംഗത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമല്ല. നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെയും എന്നെയും കൂടി ഉദ്ദേശിച്ചാണ് ഈ നിങ്ങളെന്ന് പറയുന്നത്. ഞാനും ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനാണ്. നയൻതാരയല്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം. എന്നാൽ പോലും പ്രൈവറ്റ് ജെറ്റ് 12 കോടി രൂപയും ഇല്ല തൽക്കാലത്തേക്ക്. വരുമെന്നാണ് കാരണഭൂതം തരുമായിരിക്കും. ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ പിടിച്ച ജയിലിലിടും, അല്ലെങ്കിൽ പ്രൈവറ്റ് ജെറ്റ് തരുമായിരിക്കും. ഏതെങ്കിലും ഒന്ന് നടക്കട്ടെ. അതിനെ കവടി വെച്ച് നോക്കിയിട്ടില്ല, അത് കവടി വെച്ച് നോക്കിയിട്ട് പിന്നെ പറയാം. അപ്പോൾ പറഞ്ഞു വന്നത് വിഷയം വഴി മാറിപ്പോയി. ആമസോൺ കാർഡിനെതിരെ പ്രതികരിക്കാൻ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനല്ല, പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലെത്തിയതുപോലെയായി. തിരിച്ചു വരാം. അപ്പോൾ വിഷയം പറഞ്ഞു വന്നത്, ഈ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെയും ആരോഗ്യരംഗത്തെയും കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ തൽക്കാലം വിടുക. നിങ്ങളും ഞാനും ഒക്കെ തൽക്കാലം വിടുന്നതാണ് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ തടിക്ക് നല്ലത്. പക്ഷേ അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പനി വന്നപ്പോൾ അതിന് ചികിത്സ തേടി ഡോക്ടറെ കാണാൻ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ഞാനോ നിങ്ങളോ പോവുകയാണെന്ന് വയ്ക്കുക. അവിടെ ചെല്ലുമ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, പ്രകൃതിയുടെ വിളിയുണ്ടായി, ഒരു ശങ്കയുണ്ടായി. അത് തീർക്കാനായിട്ട് ടോയ്ലറ്റിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് നിങ്ങൾ തട്ടിപ്പോകാതിരിക്കുന്നത് നിങ്ങളുടെ തലയിലെ വരയുടെ ബലത്തിനെ ആശ്രയിച്ചിരിക്കും. അല്ലാതെ അവിടെ ചെന്നിട്ട് ഈ കെട്ടിടം ഒന്ന് ഭിത്തിയിലേക്ക് ഒന്ന് തള്ളി നോക്കിയിട്ട് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണെങ്കിൽ ഓടി തള്ളിക്കളയാമെന്ന് വിചാരിച്ച പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനെ അപമാനിക്കാനായിട്ട് ആ കെട്ടിടം ഇടിച്ചിട്ടതിന് മനഃപൂർവ്വമല്ലാത്തതോ അല്ലെങ്കിൽ മനഃപൂർവ്വമായതോ ആയ വധശ്രമത്തിന് പിന്നെ പൊതുവെ നിങ്ങളും ഞാനും ഒക്കെ ജീവിച്ചിരിക്കുന്നതിൻ്റെ പേരിലും ഒക്കെ കേസുകൾ വരാൻ സാധ്യതയുണ്ട്. അതുമാണ് ഈ ഗണിച്ചു നോക്കിയപ്പോൾ ഇത്തവണ കണ്ട കാര്യം. അങ്ങനെയാണ് ആരോഗ്യരംഗത്തെക്കുറിച്ച് ഉള്ള വസ്തുതകൾ കിടക്കുന്നത്, ഫലങ്ങളും കിടക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ പലരും കേരളത്തിലെ അപമാനിക്കാനാണെന്ന് പറയും. അപമാനിതരാകുന്നത് ആത്യന്തികമായിട്ട് ഞാനും നിങ്ങളുമാണെന്നുള്ളത് നമുക്ക് പരസ്പരം നോക്കി നെടുവീർപ്പിടാം. അത്രയുമാണ് ഈ ഒരു അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോഴേ ഈ ഒരു അധ്യായത്തിൽ അവസാനിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക. ഒപ്പം തത്വമേ TVയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഗണനവും കവടി നിരത്തലും കാർഡിറക്കലും ഒക്കെ ആയിട്ട് വൈകാതെ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.